എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു പരിപ്പും ചീരയും കൂടെ പച്ചത്തേങ്ങ അരച്ച് കറി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു കോപ്പ പരിപ്പ് എടുത്തിട്ടുണ്ട്. ചുമന്ന പരിപ്പാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ചീര അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അരയ്ക്കാൻ. ചെറിയ ജീരകം കുറച്ചെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ, ചെറിയുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പത്തലമുളക്, കടുക്, കറിവേപ്പില, ഇത്രയും സാധനമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്കൊരു പാത്രം എടുത്ത് അതിൻ്റെ അകത്തേക്ക് ഈ പരിപ്പ് കഴുകി കുക്കറിൻ്റെ അകത്ത് ഇട്ട് വേവിക്കാം. പരിപ്പ് തിളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. നമുക്ക് പതുക്കെ ഇളക്കിയിട്ട് ഒരു 4 വിസിൽ കേൾക്കുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ പരിപ്പ് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ മിക്സിൻ്റെ ജാറിലിട്ട് കുറച്ച് ജീരകവും ചേർത്ത് ഒരു 5-6 വെളുത്തുള്ളി ഞാൻ പൊളിച്ച് വെച്ചിട്ടുണ്ട്. അതും ഇട്ട് നമുക്ക് നന്നായി അടിച്ചെടുക്കാം. നമ്മുടെ പരിപ്പും ചീരയും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കാം. ഒരു ചട്ടി ചൂടായി കിട്ടി. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് പൊട്ടി കിട്ടി. അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഉള്ളിയും കറിവേപ്പിലയെല്ലാം മൂത്ത് കിട്ടി. അതിലേക്ക് നമുക്ക് ഒരു 1.5 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന തേങ്ങ ഒഴിച്ച് കൊടുക്കാം. അരപ്പ് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും ചീരയും കൂടെ ഒഴിച്ച് കൊടുക്കാം. വൃത്തിയായ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും ബൈ ബൈ.